ശശി തരൂരിൻ്റെ മുൻ ഭാര്യയായ സുനന്ദ പുഷ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അനവധി അഭ്യൂഹങ്ങളാണ് പരക്കുന്നത്. ആത്മഹത്യ എന്ന എഴുതിത്തള്ളിയ കേസ് അങ്ങനെ അല്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ശശി തരൂരിൻ്റെ സന്തത സഹചാരിയായിരുന്ന തോമസാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. തോമസും ഞങ്ങളുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ പ്രേക്ഷകർക്ക് കേൾക്കുവാനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. തോമസ്, താങ്കൾ ശശി തരൂരുമായി എത്ര നാളത്തെ ബന്ധമുണ്ട്? എനിക്ക് ശശി തരൂറുമായിട്ട് 2008 മുതൽ നേരിട്ടുള്ള ബന്ധമുണ്ട്. ഞങ്ങൾ 2011 വരെ ഞങ്ങൾ തുടർന്നു. താങ്കളാണ് ശശി തരൂരിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എങ്ങനെയായിരുന്നു അങ്ങനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്? ശശി തരൂർ ഒരു കോൺഗ്രസ് അനുഭാവി ആയിരുന്നോ അതോ? ശശി തരൂർ കോൺഗ്രസിനകത്തേക്ക് വരുന്നത് എൻ്റെ ഒരു അഭ്യർത്ഥന പ്രകാരമാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് ഇങ്ങനെ പൊളിറ്റിക്കല് രാജ്യസേവനം നടത്തണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, അങ്ങനെയുണ്ടെങ്കിൽ അതിനൊരു നാഷണൽ പാർട്ടിയിൽ ചേരുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പം നാഷണൽ പാർട്ടി അദ്ദേഹത്തിൻ്റെ ബന്ധത്തിലുള്ള ആളുകളുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് അവരാരും അദ്ദേഹത്തിന് വേണ്ട സ്വീകാര്യത അവിടെ കൊടുത്തില്ല. ആ സാഹചര്യത്തിലാണ് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോഴാണ് അദ്ദേഹം ചോദിച്ചത്, തോമസിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കോൺഗ്രസിനകത്തേക്ക് ജോയിൻ ചെയ്യും, തിരുവനന്തപുരത്ത് നിന്ന് സീറ്റ് നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞു. അതിന് തോമസിനുള്ള സോഴ്സ് ഞാൻ പറഞ്ഞു, ഞാനൊരു സാധാരണ കോൺഗ്രസ്സുകാരൻ മാത്രമാണ്, പക്ഷേ എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട്, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്. ആ ബന്ധം വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഡോക്ടറുടെ വ്യക്തിത്വവും എൻ്റെ ബന്ധവും കൂടി ചേരുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ലീഡറിനുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കുന്നത്. അതിനുശേഷം സോണിയാഗാന്ധിയുടെ അടുത്തും നല്ല ഒരു ബന്ധം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈ തരൂര് ഗാന്ധി കുടുംബത്തിനെതിരായി ഒരുപാട് സംസാരിച്ചിട്ടുള്ളൊരു വ്യക്തിയല്ലേ? ശരിക്കും പറഞ്ഞാൽ ശശി തരൂർ അതാണ് പറഞ്ഞത്, ഓൾ മൈ ലൈഫ്, എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കോൺഗ്രസിനും ഗാന്ധി കുടുംബത്തിനും എതിരായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. പിന്നെ തോമസ് എങ്ങനെ കോൺഗ്രസിനകത്തേക്ക് അവരെ സ്വീകാര്യത ഉണ്ടാക്കും എന്നാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോഴാണ് പറഞ്ഞു, എൻ്റെ കോൺഗ്രസ് ബന്ധങ്ങൾ താങ്കളുടെ റെപ്യൂട്ടേഷനും ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കഴിഞ്ഞ കാലത്ത് പല കാര്യങ്ങളും പല ആളുകൾ തെറ്റുകളും ശരികളൊക്കെ ചെയ്യുക, അതിനെ പറ്റിയിട്ട് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ ബന്ധം വെച്ചിട്ട് നോക്കാം, അത് ഇല്ലെങ്കിൽ നമുക്ക് അന്നേരം വേറെ നോക്കാമെന്നാണ് പറഞ്ഞത്. ഈ സുനന്ദ പുഷ്കറിന്റെ മരണവുമായിട്ട് എന്തെങ്കിലും തരത്തില് റിലേറ്റഡ് ഉണ്ടോ ഇദ്ദേഹത്തിന്? അങ്ങനെ ഒരു ആരോപണം നടത്തി. ഈ സുനന്ദ പുഷ്കറുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയിട്ട് എന്നോട് കള്ളത്തരേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അത് ഞാൻ 1-2 പ്രാവശ്യം കള്ളത്തരം പറഞ്ഞു. ബന്ധമുണ്ടോന്ന് ഇല്ല, അത് എന്നോട് സോണിയാഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് ചോദിച്ചു, തരൂറും ഇങ്ങനെ തരൂരിനെ പറ്റി കേൾക്കുന്നുണ്ടോ, തോമസിന് എന്തെങ്കിലും അറിയാവോ? അപ്പം ഞാൻ തരൂരിനെ വിളിച്ചു പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ദ പർട്ടിക്കുലർ സ്റ്റോറി ഈസ് ഫാൾസ് എന്നും പറഞ്ഞിട്ടാണ് എനിക്കൊരു മെയിൽ അയക്കുന്നത്. മരണകാരണം എന്തായിരിക്കും താങ്കൾ കരുതുന്നത്? മരണകാരണം ശശി തരൂറിന് സുനന്ദയുടെ അവർ ഓപ്പണായിട്ട് പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇലക്ഷന് നിൽക്കുമെന്ന് പറഞ്ഞു. മത്സരിക്കണമെന്ന്, നിങ്ങൾ പെണ്ണുങ്ങൾ കോൺഗ്രസിനകത്തേക്ക് വരണം എന്ന് AK എന്നെ പറഞ്ഞിട്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് മത്സരിക്കും, തോമസ് ഉണ്ടാകുമെന്ന് എന്നോട്. ഇതൊക്കെ 2011 മുമ്പുള്ള 11 നടക്കുന്ന കാര്യങ്ങളാണ്. അതെ, സുനന്ദ പുഷ്കർ താങ്കളോട് പറഞ്ഞിരുന്നു, അങ്ങനല്ലേ? അതെ. അല്ല, ഇപ്പം ശശി സുനന്ദ ആത്മഹത്യ ചെയ്യുന്നത് 2014. അതെ അതെ. അതായത് അവർക്ക് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, ശശി തരൂരിനെതിരെ മത്സരിക്കാനായിട്ട് അല്ലേ? അല്ല, അങ്ങനെ അന്നേരത്തേക്ക് ഇവരെല്ലാം എന്താണ് ഒരു വളരെ വ്യക്തമായി അകന്നു കഴിഞ്ഞു. അവർ പല പ്രാവശ്യം ഡിവോഴ്സ് ചോദിച്ചിട്ട് ശശി തരൂർ കൊടുത്തിട്ടില്ല. മാനസികമായിട്ട് ഒരടുപ്പമില്ല. ഈ സുനന്ദയാണ് ഈ ശശി തരൂരിന്റെ എക്സ്പെൻസസ് എല്ലാം, ഓഫീസ് എക്സ്പെൻസസ് എല്ലാം വഹിക്കുന്നത് സുനന്ദയുടെ ഫണ്ടാണ്. എന്തായിരിക്കും ശശി തരൂര് സുനന്ദയ്ക്ക് ഡൈവോഴ്സ് നൽകാതിരുന്നത്? താങ്കൾ അവരുടെ ഒരു സുഹൃത്തായിരുന്നല്ലോ. അതല്ല, അവര് തങ്ങളുടെ മാനസികാവസ്ഥയും അവരൊരു നല്ലൊരു എന്താണ് ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. എന്തായിരിക്കും ശശി തരൂർ ഡൈവോഴ്സ് കൊടുക്കാൻ? അവര് പലവട്ടം ചോദിച്ചിട്ടും ഡൈവോഴ്സ് കൊടുക്കാതിരിക്കാനുള്ള ഒരു കാരണം എന്താ? അത് അവരുടെ സാമ്പത്തിക
ഭദ്രതയും അവരുടെ ബന്ധങ്ങൾ ആണ് ശശി തരൂർ കുറച്ച് ഇന്ത്യക്ക് പുറത്ത്, കേരളത്തിന് പുറത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആ ബന്ധങ്ങൾ ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പലയിടത്തും എൻട്രി ഇല്ലാതാവും. എനിക്ക് ഒട്ടും ശശി തരൂരിനോട് ഒരു അവജ്ഞ ഉണ്ടാകാൻ കാരണം സുനന്ദയുടെ ശരീരം ചിത അവിടെ കത്തി എരിഞ്ഞ് തീർന്നില്ല. അതിനു മുമ്പേ അന്ന് രാത്രി തന്നെ TV ചാനലുകാരെ വിളിച്ചിട്ട് പറയുകയാണ്, എനിക്ക് എത്രയും വേഗം ഗവൺമെന്റിനോടും അന്വേഷണ ഏജൻസിയോടും എനിക്ക് എത്രയും വേഗം ഇതിനകത്ത് നിന്ന് എന്നെ നിങ്ങൾ എൻ്റെ പേരിലുണ്ടായിരിക്കണം അപഖ്യാതി മാറ്റിക്കൊടുക്കണമെന്ന്. അപ്പൊ അതൊരു ചെയ്യാൻ പാടില്ലാത്തതാണ്. ചിത അരിഞ്ഞ് തീർന്നില്ല. 7 മണിയോട് കൂടിയാണ് ചിതയിൽ വെക്കുന്നത്. 9 മണി കഴിയുമ്പോഴാണ് ഇത് പറയുന്നത്. ഈ തരൂർ ഇവരെ മർദ്ദിക്കുമെന്നൊക്കെ അന്ന് വാർത്ത കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇവര് രണ്ടുപേരും കൂടി ഈ മരിക്കുന്ന അന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് ആ ഫ്ലൈറ്റിനകത്ത് ഒരു ചെറിയ മൽപ്പിടുത്തം ഉണ്ടായിട്ടുണ്ട്. അത് മനീഷ് തിവാരിയും മറ്റു ഫ്ലൈറ്റിലുള്ളവരും വ്യക്തമായിട്ട് കണ്ടിട്ടുള്ളതാണ്. അതിന്റെ യഥാർത്ഥ കാരണം എനിക്ക് ഇതുവരെ കിട്ടിയില്ല. പക്ഷെ ചില ആളുകൾ അവരുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല. ഇപ്പം അതിന് നമുക്ക് ആധികാരികതയില്ല. ശശി തരൂറാണ് അതിന് മറുപടി പറയേണ്ടത്. അപ്പം ഞാൻ അങ്ങനോട് ചോദിക്കാതെ ഡോക്ടർ ഇങ്ങനെ കേൾക്കുന്നല്ലോ, ഡോക്ടർ എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ അതിന് മറുപടി പറഞ്ഞെന്നാൽ ഞാനത് പറയും. പക്ഷേ ഇവര് സുനന്ദ പുഷ്കർ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ഒരു തരം സ്ത്രീയാണ്. കാരണം അവരൊരു വലിയ ബിസിനസ് പേഴ്സൺ കൂടിയാണ്. അപ്പൊ അത്ര നല്ല ധൈര്യമുള്ളൊരു സ്ത്രീ പെട്ടെന്ന് അങ്ങനെ ആത്മഹത്യ ഒന്നും കരുതാൻ പറ്റുമോ? ഒരിക്കലും അവർ ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അവരുടെ അച്ഛനും അവരുടെ മകനും ഉള്ളിടത്തോളം കാലം അവർ ആത്മഹത്യ ചെയ്യത്തില്ല. അപ്പൊ ഇത് മറ്റുള്ളവരെ പോലെ താങ്കളും ഇതൊരു കൊലപാതകമാണെന്ന് വിശ്വസിക്കുന്നു. അത് ഇതൊരു കൊലപാതകം, മനഃപൂർവ്വമുള്ള കൊലപാതകം തന്നെയാണ്. അതിനകത്ത് ശശി തരൂരിന് എത്രത്തോളം റോളുണ്ടെന്നുള്ളത് മാത്രമേ നമുക്ക് അറിയേണ്ട കാര്യമുള്ളൂ. അത് അദ്ദേഹം നേരിട്ട് ഇത് ചെയ്തിട്ടുള്ളതാണോ, ഇൻവോൾവ് ആണോ, ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആണോ എന്നുള്ള കാര്യമേ ഉള്ളൂ. ഈ SS ബസ് ഈ കേസിനകത്ത് ഇത് ഡൽഹി പോലീസ് വളരെ മൈക്രോസ്കോപ്പിൽ കൂടി നോക്കി അന്വേഷണം. അപ്പൊ അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ ഈ ശശി തരൂരിന്റെ ഇൻവോൾവ്മെന്റ് കാണുന്നുണ്ട്. പക്ഷെ പ്രൂഫില്ല. അപ്പൊ പ്രൂഫില്ലാതെ ഒരു കേസ് കോടതി കൊണ്ടുവന്ന് കൊടുത്തേച്ച് പറയാൻ പറ്റുമോ? പ്രൂഫില്ല. അപ്പൊ അയാളൊരു IPS ഓഫീസറാണ്. കോടതി പ്രോസിക്യൂഷന് ശാസിക്കില്ലേ? അപ്പൊ അതുകൊണ്ട് എല്ലാ രീതിയിലും നോക്കിയിട്ട് ശശി തരൂരിനെതിരെ ഒരു പ്രൂഫില്ല, വിറ്റ്നസ് ഇല്ല. അല്ല, ഞാൻ പറയുന്നത് അതൊരു സയന്റിഫിക് ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന് പ്രൂഫ് ഉണ്ടാകില്ല. എന്നാൽ പ്രൂഫ് ഉണ്ടാകരുതെന്ന് വിചാരിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ പ്രൂഫ് ഉണ്ടാകില്ല സാധാരണഗതിക്ക്. അതായത് വളരെ കാലമായിട്ട് സ്ലോ പോയിസൺ രീതിയിലേക്ക് ഇല്ല, സ്ലോ പോയിസൺ ഒന്നുമില്ല. ഈ എന്താണ് നമ്മളിപ്പോ ഈ മെറ്റൽ ഡിറ്റക്ടർ കണ്ടുപിടിക്കാൻ പറ്റില്ലാത്ത മെറ്റലുകൾ ആരുടെ കൈവശാണുള്ളത്? അത് അമേരിക്ക, ഇസ്രായേൽ, റഷ്യ, ചൈന ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ. അതുപോലെ തന്നെ ഇവർ കണ്ടുപിടിക്കാൻ പറ്റില്ലാത്ത പോയിസണൊക്കെ ഉണ്ടാക്കുന്ന ആളുകളും ഈ പറഞ്ഞ രാജ്യങ്ങളാണ്. ഇവർക്കൊക്കെ ഇതൊക്കെ അവർക്ക് അവൈലബിൾ ആണ്. അവർക്ക് വേണമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും കിട്ടാൻ അവൈലബിൾ ആണത്. അപ്പൊ അങ്ങനെയുള്ള ഈ പോയിസൺ ലാബിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത പോയിസണുള്ള ഒരു പോയിസണാണ് ഇവരിൽ കുത്തിവെച്ചിരിക്കുന്നത്. അപ്പൊ ഈ രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് 6 മണിക്ക് കയറിയ ആളിന്റെ ബോഡിയിൽ 13ഓളം പരിക്കുകളുണ്ട്. 13 പരിക്കുണ്ട്. അതിനകത്ത് ഒന്ന് ഈ ഇഞ്ചക്ഷൻ്റെ ഇതാണ്. അപ്പൊ ഈ ഇഞ്ചക്ഷൻ എടുത്ത് നമ്മളിപ്പോ ഒരു ബ്ലഡിന്റെ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എത്ര നേരം അത് കാണും നമ്മുടെ ബോഡിയിൽ? അപ്പൊ അത്ര നേരത്തെ അപ്പൊ അന്നത്തെ ഉള്ള ഒരു ഇഞ്ചക്ഷൻ അവർക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ബലപ്പെടുത്തത്തിലായിരിക്കാം ഈ പരിക്കുകൾ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ അവർക്ക് മാനസിക അസ്വസ്ഥത എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇങ്ങേരുടെ അവരുടെ മാനസിക അസ്വസ്ഥത ഇല്ല. പക്ഷെ അവര് വളരെ ഡിറ്റർമിൻഡ് ആണ്. ഇയാളുമായിട്ട് ഇനി മുന്നോട്ട് പോകില്ല, ശശി തരൂറുമായിട്ട് എനിക്ക് വേണ്ട. അതുകൊണ്ടാണല്ലോ അവർ പറഞ്ഞത് ശശി തരൂർ അതുകൊണ്ടാണ് അഫയർ വിത്ത് ജർമ്മൻ പാകിസ്ഥാനി ജേർണലിസ്റ്റ്. അല്ല, ഇത് ഷീ ഈസ് ആൻ ISI ഏജന്റ്. ഐ ആം ദ ലാസ്റ്റ് പേഴ്സൺ ടു സ്റ്റോപ്പ് ശശി ഫ്രം ഗെറ്റിംഗ് ഇൻവോൾവ് ടു എനിവൺ. അപ്പൊ ആരെന്ത് ചെയ്തെന്നാലും എനിക്കൊരു വിഷയം, അവനെ ഫോണിൽ പഴിച്ചു പോട്ടെന്ന് ആണ് അവർ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. പിന്നെ ഇതിങ്ങനെ തെളിവില്ലാത്തതുകൊണ്ട് SS ബസ്സൊക്കെ എന്ത് ചെയ്തു,
എന്തായിരുന്നാലും ഇയാൾക്ക് ഇതിനകത്തൊരു കണക്ഷൻ ഉള്ളതാണ്. പിന്നെ അതിനാണ് അബറ്റ്മെന്റ് കൊടുക്കുന്നത്. അബറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യയിലേക്ക് തള്ളിയിടുന്നു. ഒരാള് മെന്റലി വീക്കായിട്ട് അല്ലെങ്കിൽ ഇതായിരിക്കുമ്പോഴത്തേക്ക് അയാൾ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു വകുപ്പ് ഉണ്ട്. ആ വകുപ്പ് പ്രകാരമാണ് ഇങ്ങനെ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും. അതായത് ശശി തരൂരിന്റെ ഈ വഴിവട്ട സ്ത്രീബന്ധമാണ്, ഇതിൽ പരസ്ത്രീ ബന്ധമാണ് ഇവർ തമ്മിൽ അകലാനുള്ള ഒരു പ്രധാന കാരണം. അതെ, അതാണല്ലോ ഈ ശശി തരൂർ ഇവരും കൂടി ഷോപ്പിംഗ് ചെയ്യുമ്പോഴത്തേക്ക് സുനന്ദയെ വിളിച്ചിട്ട് അവരുടെ ഫ്രണ്ട്സ് ചോദിച്ച്, എന്താ നിന്റെ ഭർത്താവ് ഇവരുമായിട്ട് നടക്കണം കണ്ടല്ലോ, നിന്നെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ചോദിച്ചപ്പോഴത്തേക്കും അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇതിനകത്ത് നമ്മുടെ സാധാരണ ലൈഫിൽ ഉണ്ടാകുന്ന. ഇപ്പം പിന്നെ ഒപ്പം തന്നെ ഇവരുടെ സാമ്പത്തികം ഇങ്ങനെ കൂടുതലായി അടിച്ചു മാറ്റുന്ന ഒരു ചിന്തയും ഉണ്ടാകാം അല്ലേ? ഉണ്ട്. ഇങ്ങനെയുടെ ഓഫീസിന് വേണ്ടിയിട്ട് മാസം 10-15 ലക്ഷം രൂപ ഇവർ മുടക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ തിരുവനന്തപുരത്ത് തന്നെ ഇങ്ങനെ 10-12 സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. എന്നോട് 2008 തൊട്ട് തന്നെ യു ഷുഡ് ബി ഇൻ മൈ പേറോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പേറോളിലും ചെയ്തിട്ടില്ല, ഒന്നും പേ ചെയ്തിട്ടുമില്ല. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ചിലവാക്കിച്ചിട്ടുള്ളതല്ലാതെ ഇങ്ങോട്ട് ഒരു പൈസയുടെ ഇത്. അതുകൊണ്ടാണ് എനിക്കിതൊക്കെ, ഞാൻ ഇങ്ങനോട് ഒരു രീതിയിലും കടപ്പെട്ടിരിക്കുന്നവനല്ല. ഇതെല്ലാം താങ്കളുടെ ബോധ്യത്തിൽ നിന്ന് താങ്കൾ പറഞ്ഞ കാര്യങ്ങളാണ്. അതെ, എനിക്ക് ഇത് ഏത് രീതിയിൽ നോക്കിയെന്നാലും ഈ പറഞ്ഞ കാര്യത്തിനകത്തൊന്നും ഒരു വ്യത്യാസം വരില്ല. തന്നെ അറിയാം. പിന്നെ ഞാൻ ഇതിന്റെ ഒന്നും ക്രെഡിറ്റ് എടുക്കാൻ പോയിട്ടില്ല. ഈ രാജ്യവും ഇദ്ദേഹവും ഒന്ന് നന്നാകണമെന്നുള്ള ഉദ്ദേശമേ ഈ കാര്യങ്ങൾക്കുള്ളതെല്ലാം എനിക്കുള്ളൂ. അന്ന് കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അന്ന് കേന്ദ്രത്തിലെ ആഭ്യന്തര സഹമന്ത്രി ഒരു മലയാളിയും. കേസ് തേഞ്ഞുമാഞ്ഞു പോയ വഴികളെക്കുറിച്ച് പറയുന്നില്ല. ഒരു പുനരന്വേഷണം ഇതിന് ആവശ്യമാണ്, അനിവാര്യമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.